സുഹൃത്തുക്കളുടെ ഇടയിൽ കള്ളം പറയത് ഹണി. പോപ്പട്ട്, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ എന്തിന്? നീ ഒരു മടിയനെന്നാ അവരുടെ വിചാരം. ഞാൻ മടിയനല്ല. എനി ഡൗട്ട്? ഞങ്ങൾക്കില്ല. മാഡത്തിന് ഒരു പക്ഷേ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അവർ നീ വീക്കാണെന്ന് വിചാരിച്ചു കാണും. വീക്കോ? ഇത് എങ്ങനത്തെ കൈന്ന് വെച്ചാല് മലയെ തകർത്ത് അതിന്ന് വെള്ളം എടുക്കുന്ന കൈകളാണ്. പക്ഷെ അതൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള പണികളല്ലേ. വീട്ടിൽ 24 മണിക്കൂറും വെള്ളം സപ്ലൈ ഉള്ളപ്പോ നീ വെറുതെ മലയൊക്കെ തകർത്തുകൊണ്ട് വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യം എന്താ ഉള്ളേ? വേസ്റ്റ്. നിന്നെ ഒരു വേസ്റ്റ് എന്നാ കരുതുന്നേ. ഞാൻ സത്യം ചെയ്ത് പറയാണ്, ഞാൻ വേസ്റ്റ് അല്ലെന്ന് നിങ്ങൾ എല്ലാവർക്കും പ്രൂവ് ചെയ്ത് കാണിച്ചുതരാം. ഞങ്ങൾക്ക് ഇത് തന്നെയാ വേണ്ടത് പോപ്പട്ട്. പക്ഷേ അവൻ എങ്ങനെ അങ്ങനെ ചെയ്യുക? അനിയ, നീ ഒരു ഇന്റലിജന്റ് അല്ലേ? നല്ല ഏതെങ്കിലും ഒരു ഐഡിയ താ. ഐഡിയ അല്ലേ? ഒരു കല്ലില് 2 മാങ്ങ അടിക്കണം. എടാ ബണ്ണി, അതിനൊക്കെ കുറെ സമയം എടുക്കും. ആദ്യം ഇവൻ കല്ലുകൊണ്ട് എറിയാനൊക്കെ പഠിക്കണം. നീ വായടക്കേ. ബണ്ണി, നീ ഐഡിയ കൊടുക്കേ. നഗരത്തില് ബല്ലു ബോക്സർ വന്നിട്ടുണ്ട്. നീ ബോക്സിങ്ങിന് ബല്ലുവിനെ ചാലഞ്ച് ചെയ്യ. നീ ബലശാലിയാണെന്നും കാണിക്കാൻ പറ്റും. മാഡവും ഹാപ്പി ആവും. ഹണിന്നാണോ വിചാരിച്ചേ? അതിൽ ഇടിച്ച് ഇടിച്ച് ഇല്ലാതാക്കി കളയും. അപ്പൊ ഒരു കാര്യം ചെയ്യ്, പുറത്ത് ഗോതമ്പ് ഉണങ്ങുന്നുണ്ട്, അവിടെ പോയിരുന്ന് പക്ഷികളൊക്കെ വിരട്ടി ഓടിക്ക്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മാഡത്തിനെ ഹാപ്പി ആക്കാൻ വേണ്ടി നീ എന്തെങ്കിലും എക്സ്ട്രോർഡിനറി ചെയ്യണം. നാളെ ബല്ലുവിന്റെ ഫൈറ്റാ. അവന്റെ സ്റ്റൈൽ എന്താന്ന് വെച്ചാ മത്സരത്തിന് ശേഷം ഓഡിയൻസിനെ ചാലഞ്ച് ചെയ്യും. അപ്പൊ നീ അവന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യ. ഓക്കേ. പോപ്പട്ട്, പോപ്പട്ട്, പോപ്പട്ട്. എന്റെ ദൈവമേ, ഈ ഗെയിമിൽ പോപ്പട്ടിന് വല്ലതും സംഭവിക്കുന്നാ തോന്നുന്നേ. പോപ്പട്ട്, പോപ്പട്ട്. മതി, പോപ്പട്ട് തോറ്റു. മേഡത്തിനെ ഫൈറ്റ് കാണാൻ വിളിക്കുന്നത് വളരെ നന്നായി. ഇല്ലെങ്കിൽ പോപ്പട്ടിന് ആകെ നാണക്കേടായനെ. വണ്ടിക്ക് എന്ത് പറ്റി? നോക്കട്ടെ മാഡം. ഞാനും സാറില്ല, പോട്ടെ. അടിപൊളി ജോർദാർ. നീ ഏത് സമയത്താണോ പെട്രോൾ ഇട്ടത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താ വന്ന് വണ്ടി നിന്നത്. അതെ, ഇന്ന് പോപ്പറ്റിന് മാഡത്തിന്റെ കൺമുൻപിൽ ഹീറോ ആക്കണം. ഞാൻ ടാക്സിക്കാരൻ നദീരെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോപ്പട്ടിനെ അങ്ങോട്ടേക്ക് അയച്ചു വിടാം. വാ മാഡം, സഹായത്തിന് ആരെങ്കിലും കൊണ്ടുവരണം. ഇപ്പൊ എന്താ ചെയ്യാ? ഈ കാട്ടിൽ ഈ സന്ധ്യാസമയത്ത് ആരെ സഹായിക്കാനുള്ളത്? ഇനിയിപ്പൊ എന്തു ചെയ്യും? പൊപ്പട്ടുണ്ടല്ലോ. ഇവൻ എന്റെ റിമോട്ട് കാർ പോലും ശരിയാക്കാൻ അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാ ഈ വലിയ കാർ റെഡിയാക്കുന്നേ? അവൻ പറന്നുപോയി. അടുത്തുള്ള ആരെങ്കിലും ഹെൽപ്പിനെ വിളിച്ചോണ്ട് വരില്ലേ? പോപ്പട്ട്, ഒന്ന് വേഗം പോവൂ. ഇവിടെ കാട്ടുമൃഗങ്ങൾ ഉള്ളതാ. ഓക്കെ മാഡം. അല്ല, ഈ പൊപ്പിട്ട് ആരെയോ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? അതെ ചേട്ടാ, ഈ കാറ് കെട്ടിവലിച്ച് അടുത്തുള്ള റിസോർട്ടിലൊന്ന് കൊണ്ടുവിടാമോ? ആഹാ, തീർച്ചയായും. പക്ഷെ അതിനു മുമ്പ് പൈസയും സ്വർണ്ണമല്ല അഴിച്ചു താ. ഈ ചെറിയ പണിക്ക് ഇത്രയും വലിയ സാധനങ്ങളോ? ഞങ്ങള് മോഷ്ടാക്കല, ഞങ്ങളെല്ലാം മേടിക്കും. നിങ്ങളുടെ ലോക്കറ്റും സാധനങ്ങളൊക്കെ തരൂ. നിനക്ക് ലോക്കറ്റ് ഇല്ല, അടിന്റെ കുറവാ. അയ്യോ വേണ്ട കുട്ടികളെ, അവർ അപകടകാരികളാ. അവർ പറയുന്നത് അനുസരിച്ചേക്ക്. ആ ചെയിൻ എന്താ? അയ്യോ ഇല്ല, ഇതെന്റെ അമ്മ തന്ന ഗിഫ്റ്റാ. നിന്നോട് തരാനല്ലേ പറഞ്ഞേ? നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. എനി ഡൗട്ട്?
അയ്യോ നിർത്ത്. എടോ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? എടാ, ചൂർണം കൊണ്ട് കളയടാ. ഞാനിന്ന് അണിയെ ഒരു വഴിയാക്കും. എടാ അണി, നീയും വേദന കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്ക്. ചോറിനും കഴിച്ചിട്ടും വേദന കുറയുന്നൊന്നുമില്ല. മതിയൊന്ന് നിക്ക് സോർദാർ. നീയും രാവിലെ പ്ലാറ്റ്ഫോമിൽ പാല് ചിന്തിയല്ലേ? എന്റെ അടുത്തുനിന്ന് ദൂരെ പോ. പോത്തുകള് ഫൈറ്റ് ചെയ്യുന്ന കണ്ട ഭ്രാന്താണെന്നേ തോന്നൂ. എനി ഡൗട്ട്? മരുന്ന് മരുന്ന് ടെൻഷന്റെ മരുന്ന് ഇവിടെ. ഈ മരുന്ന് കഴിച്ചിട്ട് ടെൻഷൻ കുറയാത്തെന്താ? കാരണം നമ്മളെല്ലാരും വിഡ്ഢികളായി. മരുന്നിന്റെ പേര് പറഞ്ഞ് പൈസ അടിച്ചോണ്ട് പോയില്ലേ അവൻ. ദേ അയാള് വരുന്നുണ്ട്, അയാള് വരുന്നുണ്ട്. ഹലോ, നന്നായി നിങ്ങൾ വന്നത്. എനിക്കുള്ള പ്രശ്നം എന്റെ കഴുത്തിൽ തന്നെയാണ് കിടക്കുന്നത്. നിങ്ങക്ക് എന്ത് പ്രോബ്ലമാ ഉള്ളേ? ഞാനൊരു കുഴിക്കൊള്ളിൽ പെട്ടിരിക്കുക. ഫ്രസ്ട്രേഷൻ എന്നെ ഒരു കുഴിക്കകത്ത് തള്ളുകയാണ്. ബോർഡം എപ്പോഴും എന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കും. ദേഷ്യത്തിന്റെ ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കും. ഓരോന്നായി തുടങ്ങാം. ആദ്യം ദേഷ്യം. കഴിക്കുന്നുണ്ടല്ലേ? ഇത് മേത്തിയും ഉലുവയും ചേർന്ന പൊടിയല്ലേ? എന്റെ ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് അടിയുടെ ഒരു മരുന്നാണ് തന്നത്. നിങ്ങൾ ഈ മരുന്നൊന്ന് ട്രൈ ചെയ്യേ. ആ, നല്ല മധുരം ഉണ്ടല്ലോ. ഇതെന്ത് മരുന്നാ? ഇതിന്റെ രുചി കൊള്ളാലോ. വ്യാജചൂർണം നൽകി നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയാണോ? നിങ്ങളുടെ അടുത്ത് വേദനയ്ക്കുള്ള മരുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിക്കുന്നതാ നല്ലത്. എന്തായാലും ഇപ്പൊ നന്നായിട്ട് വേദന. എല്ലാം കഴിച്ചു തീർത്തോ? എല്ലാവരും ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഞങ്ങൾ എന്തോ ഒരു ഗോഡൌൺ മുഴുവനും കഴിച്ച പോലെ. ഒരു ബോട്ടിൽ മാത്രമല്ലേ കഴിച്ചുള്ളൂ. അത് സ്വീറ്റ്സിൽ ഇടാൻ വേണ്ടി മേടിച്ചോണ്ട് വന്നതായിരുന്നു. എന്തിനാ പേടിക്കുന്നത്? ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലാതെ തന്നെ നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കാം. ദിവാലിക്ക് ഉണ്ടാക്കുന്ന എല്ലാ സ്വീറ്റ്സിലും, പ്രത്യേകിച്ച് മാവ സ്വീറ്റ്സിൽ അതിട്ടാലേ നന്നായിരിക്കൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെയാ ചെയ്തത്. ആദ്യം ഞങ്ങൾ മാവ് കഴിച്ചു, എന്നിട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് മേലെ ഇട്ടത്. നിങ്ങൾ മാവയും കഴിച്ചു. പണ്ണി, മാവയ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുകയാണോ അതല്ല ഡ്രൈ ഫ്രൂട്ട്സിന് വേണ്ടി ദേഷ്യപ്പെടുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഹണി, എത്ര സ്പീഡായിട്ട് ഓടാൻ പറ്റുമോ അത്രയും സ്പീഡായി ഓടിക്കോ. ബണ്ണി, എനിക്കെന്താ ഓടാൻ പറ്റാത്തത്? കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ തീർന്നില്ലേ? പിന്നെ എന്തിനാ അവനെ കിടന്ന് അടിക്കുന്നേ? നിന്നെ അടിച്ച് നിന്റെ മൂക്ക് ചുവപ്പാക്കി പൂച്ചേന്നും കൊരങ്ങാക്കുന്നതിന് മുമ്പ് മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കോ. പുതിയ വസ്ത്രങ്ങൾ. ദീപാവളിയല്ലേ, അതോട് പുതിയ ഡ്രസ് ഇടണ്ടേ? അല്ല സോർദാർ, നീ ഇതുവരെ റെഡി ആയില്ലേ? എങ്ങനെ റെഡി ആവാനാ? ഇവർക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതിലും പിന്നെ ഇവരെ സമാധാനപ്പെടുത്താനും സമയം പോയി. ഡ്രസ് എടുക്കാൻ ഓ, മറന്നു. അല്ലോ, നിങ്ങൾ ഷോപ്പിംഗ് പോയപ്പം എന്നെയും വിളിച്ചൂടായിരുന്നോ?
സോറി, ഞങ്ങൾ മറന്നുപോയി. ഞങ്ങൾ നിന്റെ സെക്രട്ടറി ഒന്നും അല്ലല്ലോ. നീ എന്ത് ഞങ്ങൾക്ക് സാലറി ആണോ അല്ല തരുന്നത്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഇതൊക്കെ ചെയ്യില്ലേ? ശരി, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചോ, ദീപാവലി ആഘോഷിക്ക്. ഞാൻ അകത്തോട്ട് പോവാ. ആ ഹലോ ഡ്രാമ കിങ്, ബെഡ്റൂമിലേക്ക് പോ. നിനക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ ഞങ്ങൾ അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്ത്? നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? അതിനല്ലേ സുഹൃത്തുക്കളുള്ളത്. അങ്ങനെയാണോ ബണ്ണി? നിനക്ക് ഞാനൊരു ഷോപ്പിംഗ് ലിസ്റ്റ് തരാം. നീ ദിവസവും എന്റെ കൂടെ തല്ലുകൂട്. ദിവസവും നീ എനിക്ക് ഓരോ സാധനങ്ങൾ വാങ്ങി തരണം. ഹണി, സാധനങ്ങൾ എവിടെ വേണമെങ്കിലും മേടിക്കാം. പക്ഷെ ഈ ബുദ്ധി ഉണ്ടല്ലോ, അത് ഏത് കടയിലും കിട്ടില്ല. ഓ ഹണി ബണി സർദാർ പോപ്പട്ട്, പറയൂ മാഡം. മാഡം, ഓ എന്നെനിക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെയാണോ? നിങ്ങൾക്ക് ഊഞ്ഞാൽ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അയ്യോ പിള്ളേരെ, ഞാൻ ഇതുകൊണ്ടല്ല സന്തോഷപ്പെടുന്നത്. എനിക്കിന്ന് പ്രമോഷൻ കിട്ടി. Congratulations. താങ്ക് യു കുട്ടികളെ. ഇന്ന് നമുക്കൊരു പാർട്ടി എൻജോയ് ചെയ്യാൻ പുറത്തേക്ക് പോകാം. വിചിത്രമായ കാര്യമാണല്ലോ, കഷ്ടപ്പെട്ട് പ്രൊമോഷൻ വാങ്ങിയെടുത്ത മേഡം തന്നെ നമുക്ക് പാർട്ടിയും തരേണ്ടി വരുന്നു. അതെ സുഹൃത്തെ, ഇന്ന് പൊട്ടിയ ഗിറ്റാറിൽ നിന്നും നല്ല സ്വരം വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ? നീ ഇവിടെ എവിടെ ഗിറ്റാർ കാണുന്നേ? അതായത് നിന്നെ പോലെ കഴുത പോലും ഇന്ന് ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നു പറയാൻ വന്നതാ. അതെ, നമ്മള് മാഡത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. എന്ത് ഗിഫ്റ്റ് കൊടുക്കും? മാഡത്തിന് വീട് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടാ. വല്ല ഷോപ്പീസ് കൊടുത്താലോ? ശരിയാണ്, നമുക്ക് മരക്കടയിലേക്ക് പോവാം. ഫർണിച്ചർ ഗിഫ്റ്റ് ആണോ കൊടുക്കാൻ പോകുന്നത്? അടോ, അയാളുടെ പേര് മരമോ മാണിക്കമോ എന്നൊക്കെ. ബബൻ ബബാലി, വല്ല നല്ല ഷോപ്പീസ് ഉണ്ടോ? യെസ്, ബബന് മുമ്പ് ബാലിയും പുറകിൽ പ്രായവും. എവിടെ നോക്കിയാലും ഇവിടെ ഷോപ്പീസ് മാത്രമേ കിട്ടൂ. ജാർ മുതൽ കാറ് വരെ എല്ലാം ഇവിടെ ഉണ്ട്. കോൺഫിഡന്റ് ആയ മനുഷ്യരെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എനി ഡൗട്ട്? ചേടാ, കോൺഫിഡൻസിനെ പറ്റിയൊന്നും സംസാരിക്കല്ലേ. അത് എന്റെ അടുത്ത് എത്ര ഉണ്ടെന്ന് വെച്ചാ ഞാൻ വേണമെങ്കിൽ കോഹിനീർ പോലെ തൂക്കി വെക്കും. പക്ഷെ അതൊക്കെ ആര് വാങ്ങാനാ? ഞങ്ങൾക്കൊരു ഷോപ്പീസ് വേണം. അതിലൊരു മാലാക ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കണം. പിന്നെ കയ്യില് ഫ്ലവർ പോട്ടും ഉണ്ടാവണം. അതിൽ ഞങ്ങള് ചെടി വളർത്തും. എടാ മോനെ, ചെടിക്ക് വേണ്ടി എന്തിനാ വെറുതെ ദേവതയുടെ കൈ വേദനിപ്പിക്കുന്ന? അതൊരു ചെടിച്ചട്ടി വെച്ചാ പോരെ. അല്ല, ഇവനെ വിടൂ. നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഷോപ്പീസ് കാണിക്കൂ. വേണ്ട, ഞാൻ മേഡത്തിന് ആ ഷോപ്പീസ് തന്നെ കൊടുക്കണം. ഹണി, വാശി പിടിക്കല്ലേ. സെയിം ഷോപ്പീസ് കിട്ടാൻ പോകുന്നില്ല. അത് ആന്റിക് പീസാ. ഞാൻ ആ ഷോപ്പീസ് കണ്ടതിന് ശേഷം എന്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. ചേടാ, നിങ്ങൾ വിഷമിക്കണ്ട. അത് എങ്ങനത്തെ ഷോപ്പീസ് ആണെങ്കിലും ഞാൻ ഇവിടെ എത്തിക്കും. ഏത് കടയിലെ കണ്ടത് പറയൂ. മാണിക്യങ്കിളിന്റെ ആന്റിക് ഷോപ്പിലാ. അപ്പൊ രാവിലെ വന്ന് കൊണ്ടുപോക്കോ. രാവിലെ വരുമെന്നോ? ബബന് മുമ്പ് ബാലി, ബാക്കില് പ്രായം. എന്നെ കൊണ്ട് ഏത് പൂട്ട് വേണമെങ്കിലും പൊട്ടിച്ച് കൊണ്ടുവരാൻ പറ്റും. എടാ മണ്ടന്മാരെ, ഞാൻ കള്ളന്മാരുടെ ബസാറിലെ കട നടത്തുന്നത്. പിന്നെ ഞാൻ എന്താ ബ്രാൻഡ് സാധനം വിൽക്കോ? നിങ്ങൾ നല്ലവനല്ല, വല്ലവനല്ല, ഉത്തമനോ അല്ല. ഓ, അത് നീ പറയണ്ട, എനിക്കറിയാം. നിങ്ങൾ കള്ളനാ. അതും എനിക്ക് അറിയാടാ. എടോ, നീ എന്താണ് ഇങ്ങനെ ചെയ്ത്? ഹണി ട്രൈ ചെയ്തോണ്ടിരിക്കാണ്. നിന്റെ വാല് കുഴലിലിട്ട നൂരൂലേന്ന്. മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ തലയിടുന്ന മാത്രമല്ല, വാല് കൊണ്ടുപോയി വിട്ടാലും നിനക്ക് തന്നെയാ പ്രശ്നം. ഈ പൈപ്പ് ഒന്ന് എടുക്കൂ. പൈപ്പ് വരുന്നില്ലല്ലോ. സാരമില്ല, വീട് ഇവിടെ ഉണ്ടാക്കാനായിട്ട് വേറെയും പൈപ്പുകൾ ഒരുപാടുണ്ട്. നമുക്ക് അതെടുക്കാന്നേ. എന്ന് വെച്ചാ ഈ പൈപ്പ് എന്റെ വാലിൽ തന്നെ കിടക്കുന്നാണോ? കട്ട് ചെയ്തളയാം. പക്ഷേ വാലില്ലാതെ സോർദാറിനെ കാണാൻ വൃത്തികേടായിരിക്കും അല്ലേ? അയ്യോ വിട്ടിക്കണാപ്പന്മാരെ, വാലിനല്ലേ പറഞ്ഞത്, പൈപ്പിനെയാ പറഞ്ഞേ. അങ്ങനെ ഒന്നും ചെയ്യണ്ട. എല്ലാവരും ചേർന്ന് ഇതൊന്ന് നന്നായിട്ട് വലിച്ചോ, പുറത്തേക്ക് വരും. എന്റെ പൊട്ടാസിങ്ങിത്താ. പറ്റില്ല, നീ തരാനാ പറഞ്ഞത്. പറ്റില്ല, ജോർദാർ താ. പറ്റില്ല. നീ തരാനാ പറഞ്ഞത്.
നമ്മുടെ എല്ലാവരുടെ ദീപാവലി ഇങ്ങനെ ചീത്തയാക്കിയല്ലോ. എന്റെ മുഴുവൻ പട്ടാസും പൊട്ടിച്ചു നീ. ഇനി നീ എന്റെ അടുത്ത് മിണ്ടരുത്. എന്റെ അടുത്തും കൂടെയാ. നീ വേണമെങ്കിൽ തനിച്ചു പോയി ആഘോഷിച്ചോ. നീ ഒറ്റയ്ക്ക് ദീപാവലി ആഘോഷിച്ചാലേ നിനക്ക് മനസ്സിലാവൂ. ദീപാവലി ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്, സ്വീറ്റ്സിന്റെ കൂടെ അല്ല. ആ പൊയ്ക്കോ ഞാനിപ്പോ സമാധാനത്തോടെ സ്വീറ്റ്സ് പോപ്പടേ ഇങ്ങോട്ട് നോക്കൂ. നിനക്ക് വേണ്ടി ഞാൻ എത്ര പടക്കങ്ങളാ മേടിച്ചെന്ന്. ഇതും ഗ്യാസിൽ വെച്ച് പൊട്ടിച്ചാരേ. സോറി സുഹൃത്തെ, ഇത് കണ്ടോ എത്ര അടിപൊളി പടക്കങ്ങളാ. ദാ നല്ല വലിയ റോക്കറ്റ്. നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ പൊട്ടിച്ച് കാണിക്കാം. ചരിത്രം ഉണ്ടാക്കാൻ പോകുന്നു. അയ്യോ, അതിന് എന്നെ എന്തിനാ വരട്ടുന്നേ? എനി ഡൗട്ട്. ഹനി ബനി, എന്നെ രക്ഷിക്കണേ. അയ്യോ, ഇങ്ങോട്ടേക്ക് വരല്ലേ. നിന്റെ ബെഡ് റോക്കറ്റ് ആണോ ഇവിടെ എല്ലാവരും ഓടിച്ചിട്ട് നിന്റെ അടുത്ത് വന്നിരിക്കുന്നേ? അത് പിന്നെ സോറി പപ്പ. എന്ത് സോറി? നീ ഞങ്ങൾക്ക് സ്വീറ്റും തന്നില്ല, ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് താഴെ തള്ളിയിട്ടു. എടാ ബണ്ണി, അത് കഴുകിയിട്ട് കഴിക്കാലോ. എടാ വിഡ്ഢി, വീടിനാരെങ്കിലും കഴുകൂടാ. ഈ ജോർദാർ നമ്മുടെ സ്വീറ്റ്സും നമ്മുടെ സന്തോഷം എല്ലാം ചവറിൽ എറിഞ്ഞു. എനി ഡൗട്ട്? എന്നോട് ക്ഷമിക്കണേ. സോറിയോ? ആ റോക്കറ്റ് എന്നെ തൊട്ടുന്നാലേ എന്റെ ജീവനും അതിന്റെ കൂടെ ചേർന്ന് പറന്നു പോയേന്. എന്റെ ഹാർട്ട് ബീറ്റ് കേക്ക്. അയ്യോ, വളരെ വേഗത്തിൽ മേടിക്കുന്നു. സ്വീറ്റ് കാണുമ്പോ പോലും ഇത്ര വേഗത്തിൽ മേടിക്കാറില്ല. തക്കാളി, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക. ചേട്ടാ, വാഴപ്പഴത്തിന് എത്രയാ? ഡസൻ 60 രൂപ. ഞാനെന്താ കഴുതയാണെന്ന് കരുതിയോ? മേഡം പറഞ്ഞത് 5 രൂപയ്ക്ക് ഒന്ന് കിട്ടുമെന്നാണ്. അതെ, നിങ്ങൾക്ക് 1 ഡസൻ അല്ലേ വേണ്ടത്? ഞാൻ ഓരോന്നോരോന്നായിട്ടേ വാങ്ങുള്ളൂ. ഹണി, നീ എന്താ ചെയ്യുന്നേ? ഇന്റലിജന്റ് ജോലി. 1 ഡസൻ വാഴപ്പഴത്തിന് 60 രൂപ ചോദിച്ചു. പക്ഷെ ഞാൻ ഓരോന്നും 5 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇപ്പൊ പറ, ഞാൻ ഇടിയതല്ലേ? ഹണി, നിന്റെ തലയിൽ ചെടി പോലും വളർത്താം. കാരണം അതിന്റെ അകത്ത് അത്രയും ചാണകമുണ്ട്. എടാ വേണ്ട, ഒരു പഴം 5 രൂപയാണെങ്കിൽ 1 ഡസൻ 60 രൂപയാടാ. നീ ശരിക്കും കഴുതയാ. അപ്പൊ നിങ്ങളെല്ലാവരും ഇന്റലിജൻസ് അല്ലേ? എന്നാ നിങ്ങൾ തന്നെ വാങ്ങിട്ട് വാ. ഈ കാണുന്നത് എന്റെ അനിയനാണ്, പിന്നെ ആ കാണുന്നത് എന്റെ സുഹൃത്തുമാണ്. ഓഹോ, മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഫ്രസ്ട്രേഷൻ നിറഞ്ഞു നിൽക്കുന്നു. അതെ, പിന്നെ ഉണ്ടാവാതിരിക്കോ? ദിവസം ഇത്രയും ജോലികൾ ചെയ്യുന്നു, വീട് മുഴുവൻ ഞങ്ങൾ നോക്കുന്നു. ഡെഡിക്കേഷൻ വളർത്തു, ഫ്രസ്ട്രേഷൻ വരട്ടു. ഇതാ എന്റെ ചൂർണം കഴിക്കൂ. അങ്ങനെയൊക്കെ സംഭവിക്കോ? നടക്കും, ഞാനിത് ട്രൈ ചെയ്തതാ. കുറച്ച് പുളിപ്പുണ്ടല്ലേ? ഇതെന്റെ ദുഃഖം അകറ്റുമ്പോ നല്ല മധുരം ഉണ്ടായിരുന്നല്ലോ. വേറെ വേറെ ഇമോഷൻസിന് വേറെ വേറെ ഫീലിങ്സ് ഉണ്ടാക്കാം. മനസ്സിനകത്തുള്ള കയ്പെല്ലാം മാറ്റിത്തരും, സംസാരം മധുരിക്കും. ഇപ്പൊ നന്നായിട്ടുണ്ട്. അതെ, ഇപ്പൊ എന്റെ ടെൻഷൻ എടുത്തു കള നോക്കട്ടെ. എനിക്ക് നല്ല എരിവ് തോന്നുന്നുണ്ട്. ചേട്ടാ, ഇവിടെ എല്ലാവർക്കും 2 ബോട്ടിൽ വീതം ചൂർണം തന്നേക്ക്. തീർച്ചയായിട്ടും. ഓരോ ബോട്ടിലിനും വെറും 2000 രൂപ. ഈ ദേഷ്യാണ് ഒരുപാട് രോഗത്തിന് കാരണം. ഇന്ന് ദേഷ്യം കുറയ്ക്കാനുള്ള മരുന്നായത്. കഴിക്ക്. അതെയോ?
ഇപ്പൊ വണ്ടി നശിപ്പിച്ച ആളുടെ മേലുള്ള ദേഷ്യം കുറഞ്ഞോ? അതെ, അവന്റെ പുറത്ത് കുറഞ്ഞു, പക്ഷെ നിങ്ങളുടെ പുറത്ത് കൂടി. നിങ്ങളെന്താ കളിക്കുകയാണോ? അനിയ ഇങ്ങേർക്ക് ചൂർണം വർക്ക് ആവുന്നില്ലല്ലോ. ചെയ്യും. എത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചതാ? തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആ ആള് നിനക്ക് തൊപ്പിയിട്ട് തന്നതാ. ഇത് എല്ലാവർക്കും എഫക്റ്റീവ് ആണ്, നിനക്ക് മാത്രം ആവുന്നില്ല. എനിക്ക് കുറച്ച് സമയം കൂടി സഹിക്കേ, എല്ലാം ശരിയാകും. കുറെ കാലങ്ങൾക്ക് ശേഷം ദേഷ്യം വരുന്നില്ല. അതെങ്ങനെ സംഭവിക്കാതിരിക്കും? കണ്ടില്ലേ അനിയ, നീയും ചൂർണം കഴിച്ചതാ, പക്ഷെ നിനക്കും ദേഷ്യം വരുന്നുണ്ടല്ലോ. ഞാനൊരു കഴുത തന്നെയാ, പക്ഷെ ഇപ്പൊ നീയും മണ്ടനായി പോയല്ലോ. ഇല്ലല്ല, എന്റെ ദേഷ്യം കുറഞ്ഞോണ്ടിരിക്കുക. എനിക്കിപ്പോ സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കയാണ്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം.